ദരിദ്രനായിട്ട് ഇങ്ങനെ തെണ്ടിങ്ങാണ്ട് നടന്നാൽ മതി എന്നുള്ള ഒരു സംഗതി അതിന്റെ ബാക്കിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മാറ്റണം, അത് മാറ്റണം. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓസി വേണ്ട എന്ന് പറഞ്ഞാല് സ്വതക്ക നല്ലതല്ല. ഏറ്റവും ബർക്കത്ത് കുറഞ്ഞ മുതൽ സക്കാത്താണ്. ബർക്കത്തേ ഇല്ല ആ സാധനത്തിന്. ഉണ്ടെങ്കിൽ തങ്ങന്മാർക്ക് കൊടുക്കാൻ പറയുമല്ലോ, ഓർക്ക് കൊടുക്കാൻ പറ്റൂല എന്നാ പറഞ്ഞത്. തീരെ വെറുതെ കിട്ടണ മുതൽ 4 എണ്ണാണ്. വെറുതെ കിട്ടണ മുതൽ 4 എണ്ണാണ്. ഒന്ന് സക്കാത്ത്, സ്വതക്ക, ഹിബത്ത്, ഹദിയ. ഇതിൽ തീരെ ബർക്കത്തില്ലാത്ത മുതലാണ് സക്കാത്ത്. അതിന്റെ നേരെ മേലെയാണ് സ്വതക്ക, അതിന്റെ മേലെയാണ് ഹിബത്ത്, അതിന്റെ മേലെയാണ് ഹദിയ. ഏറ്റവും നല്ല വരുമാനം ഹദിയയാണ്, മുഹമ്മദ് നബിയുടെ വരുമാനം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് എന്തായിരുന്നു പണി? ഒരു പണിയില്ല. പിന്നെ എങ്ങനെ ജീവിച്ചിരുന്നത്? ഹദിയ. ഏറ്റവും നല്ല വരുമാനമാണ് ഹദിയ. ഹദിയായി കിട്ടുന്നത്, സമ്മാനമായി കിട്ടുന്നത്, ബഹുമാനാർത്ഥം നൽകപ്പെടുന്നത്, അതിനാണ് ഹദിയ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും നല്ല വരുമാനം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരുമാനം ഹദിയയായിരുന്നു. ഹദിയ ആർക്കും കൊടുക്കാം, ആർക്കും വാങ്ങാം. ഏത് മനുഷ്യനും ഹദിയ കൊടുക്കാൻ പറ്റും, ഏതാൾക്കും ഹദിയ വാങ്ങാൻ പറ്റും. ഏറ്റവും ബർക്കത്തുള്ള വരുമാനമാണ് ഹദിയ. ഒരു വേള ശമ്പളത്തേക്കാൾ ബർക്കത്തുണ്ടായിരിക്കും ഹദിയക്ക്. ശമ്പളത്തിൽ ബർക്കത്തുണ്ടാണെങ്കിൽ വാങ്ങുന്ന ശമ്പളത്തേക്കാൾ ജോലി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഹദിയക്ക് ആ പ്രശ്നമില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല വരുമാനമാണ് ഹദിയ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരുമാനമായിരുന്നു ഹദിയ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സക്കാത്ത് കിട്ടിയിട്ടൊന്നും ഒരാൾ മുതലാളിയാകുക എന്നുള്ളത് ഉണ്ടാവില്ല. സ്വതക്ക കിട്ടിയിട്ടും ഒരാൾ മുതലാളിയാകുക എന്നത് ഉണ്ടാവില്ല. അപ്പൊ അതൊട്ട് നമ്മൾ ആഗ്രഹിക്കാനും പാടില്ല. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നിങ്ങളെ തോട്ടം വേണ്ട, എനിക്ക് അങ്ങാടിയില്, മാർക്കറ്റില്, ചന്തയില് കച്ചവടം കിട്ടുന്ന സ്ഥലം ഏതാന്ന് പറഞ്ഞെന്നാ മതി. കരണ്ട് പോയി. അപ്പൊ ഞാൻ എന്താ മൈക്കുണ്ട് അല്ലേ? അത് മതിയല്ലോ. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. ഒരു യാ നബി അല്ലേ? യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. أشرق البدر علينا واختفت منه البدور مثل حسنك ما رأينا قط يا وجه السرور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. അപ്പൊ അങ്ങാടിയിൽ കച്ചവടം കിട്ടുന്ന സ്ഥലം കാണിച്ചെന്നാ. എല്ലായിടത്തും കച്ചവടം കിട്ടൂല എന്നാണ്. കച്ചവടം കിട്ടുന്ന സ്ഥലം, ചില സ്ഥലം ഉണ്ട്, അവിടെ ഇരുന്നാലേ കിട്ടുള്ളൂ. ഒരാൾക്ക് കച്ചവടം കിട്ടിയോടത്ത് എല്ലാവർക്കും കിട്ടും, ഒരാൾക്ക് കിട്ടാത്തോടത്ത് ആർക്കും കിട്ടൂല. മാർക്കറ്റിൽ കച്ചവടം കിട്ടുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരികയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് പോയി. കച്ചവടം കിട്ടുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു. എന്തോ കയ്യിലുണ്ടായിരുന്ന ചില്ലറ പൈസക്ക് എന്തോ ഒരു സാധനം വാങ്ങിയിട്ട് ഒരു ടവല് വിരിച്ചുകാണ്ട് അതിൽ വെച്ചുകാണ്ട് അവിടെ ഇരുന്നു. ഇരിക്കാൻ ഒഴിവില്ലാതെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, കൊടുക്കാനുള്ളതെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. ചെറിയൊരു ലാഭം കൂട്ടി പറഞ്ഞു, അത് കിട്ടി. അതും കൂടിയും കൂട്ടിയാണ്ട് വേറെ സാധനം വാങ്ങി, അതും കൂടിയും കൂട്ടിയാണ്ട് വേറെ വാങ്ങി, അതും കൂടിയും കൂട്ടിയാണ്ട് വേറെ വാങ്ങി, അതും കൂടിയും കൂട്ടിയാണ്ട് വേറെ വാങ്ങി. അങ്ങനെ വലിയ കച്ചവടക്കാരനായി. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കെന്നെ എന്നെ പേടിയാൽ തുടങ്ങി. വെറുതെ കല്ല് പൊന്തിച്ചു നോക്കിയാല് അതിന്റെ താഴെ എന്തേലും ഉണ്ടാവോ എന്ന് എനിക്ക് തോന്നുക. വെറുതെ ഇങ്ങനെ കല്ല് പൊന്തിച്ചു നോക്കിയാൽ സ്വർണ്ണോ വെള്ളിയോ, അടന്നോട്ടെ കല്ല് പൊന്തിച്ചു നോക്കിയാൽ അതിന്റെ ചോട്ടിൽ സ്വർണ്ണോ വെള്ളിയോ എന്തേലും ഉണ്ടാവോ എന്ന് എനിക്ക് തോന്നുന്നു. അതിനാത്രം തൊട്ടതൊക്കെ ലാഭമാകുകയെന്ന് ചില ആൾക്കാർക്ക് അങ്ങനെ. എന്താ അബ്ദുറഹ്മാൻ ഔഫ് ഉണ്ടായത്? ഓസി വേണ്ടാന്ന് വെച്ചു. ഓസിക്കുള്ളത് വേണ്ടാന്ന് വെച്ചു. അതിലാണ് കിട്ടി മൂപ്പർക്ക് ഇഷ്ടം പോലെ.
അങ്ങനെ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട 9 പേര് ജീവിച്ചിരുന്നു. അന്തിസ് നിസ്വത്തിൻ വഫാത്തുൽ മുസ്തഫ ഖുയ്യിർന ഫഖ്തറിന നബിയൽ മുഖ്തഫ ആയിഷത്തും വഹഫ്സത്തും വസൗദാ സഫിയത്തും മൈമുനത്തും വറംല റളിയല്ലാഹു അൻഹുല്ല ഹിന്ദും വസൈനബും കദാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. നബി തങ്ങൾ വഫാത്താകുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. 9 ആളും പെരേത്ത ഫുൾ ചെലവ് നടത്തിയിരുന്നത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. കയ്യും വീശിങ്ങാണ്ട് മക്കത്തുനിന്ന് മദീനത്തേക്കാണ് പോകുന്നതാണ്, നയാ പൈസ ഇല്ലാതെ. എന്തേ? കച്ചവടം. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വഫാത്താവുമ്പോ തന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാൻ മരണപ്പെട്ടാല് എന്റെ ഏതെങ്കിലും ഒരു തോട്ടം നീ വിൽപ്പന നടത്തണം. ബദറിൽ പങ്കെടുത്തവരിൽ നിന്ന് ഹയാത്തുള്ളവർക്ക് മുഴുവനും അത് വിതരണം ചെയ്യണം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് മഹാനവറുകളുടെ ഒരു തോട്ടം വിറ്റ് കിട്ടിയ പൈസ ബദരീങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും കൊടുത്തിട്ട് ബാക്കിയായിരുന്നു. അങ്ങനത്തെ ധാരാളം തോട്ടത്തിന്റെ ഉടമയായി സയ്യിദുന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മാറി. വരുമാനത്തിൽ ബറക്കത്ത് ഇല്ലാതെയാകുന്ന വിഷയങ്ങളെ നമ്മൾ ഓർക്കണം. വരുമാനത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കുറെ എണ്ണുണ്ട്. അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതല് ബറക്കത്തുണ്ടാവൂല. വഖഫ് മുതല് അന്യാധീനപ്പെടുത്തിയതിൽ ബറക്കത്തുണ്ടാവൂല. യത്തീമിന്റെ മുതൽ പിടിച്ചു വെച്ചതിൽ ബറക്കത്തുണ്ടാവൂല. ഭാര്യന്റെ പണ്ടം സമ്മതമില്ലാതെടുത്താല് ബറക്കത്തുണ്ടാവൂല. പലിശയുമായി ഇടപഴകുന്ന ഇടപാടുകൾക്ക് ബറക്കത്തുണ്ടാവൂല. ഇതൊക്കെ ബറക്കത്ത് കുറഞ്ഞ മുതലാ. ഒന്ന് വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയത്. 2 യത്തീമിന്റെ മുതൽ പിടിച്ചടക്കിയത്. 3 അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ളത്. അത് ഞാനല്ല, ഓന്റെ വാപ്പാന്റെ വാപ്പ അനന്തരം കൊടുക്കാത്താണെങ്കിലും ശരി ബർക്കത്ത് ഉണ്ടാവില്ല. ഉള്ളത് മക്കളില് മുതൽ ബർക്കത്തില്ലെങ്കിൽ എന്താ ഉണ്ടാകുക? എല്ലതും അങ്ങനെയെന്നല്ലോട്ടോ ഞാൻ പറഞ്ഞത്, പല കാരണങ്ങൾ ഉണ്ടായിരിക്കും. മുതലിൽ ബറക്കത്തില്ലാതെയായാൽ മക്കളിൽ 1 ബുദ്ധിവൈകല്യമുള്ളത്, അല്ലെങ്കിൽ അംഗവൈകല്യമുള്ളത്, അല്ലെങ്കിൽ ചിന്താപരമായ വൈകല്യമുള്ളത്. 3-1 പ്രതീക്ഷിക്കാം. വരുമാനം സമ്പത്ത് ബറക്കത്തില്ലാതെയായി മാറിയാൽ 3-1 പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവരാണ് പ്രധാനമായും സൂക്ഷിക്കേണ്ടത്. ഭക്ഷണകാര്യം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ സ്വാലിഹായ ഒരു മനുഷ്യന്റെ ആമാശയത്തിലേക്ക് മ്ലേച്ഛമായ വസ്തു എത്തിച്ചേരാൻ നീ കാരണമായാൽ നിന്റെ കുടുംബത്തിലേക്ക് മ്ലേച്ഛമായ ഒന്ന് അള്ളാഹു കൊണ്ടുവരും. അർക്കാത്ത കോയിനെ കൊടുത്താല്, ഉള്ളി കഴുകിയിട്ടില്ലാത്ത ബിരിയാണി വെച്ചാല്, അജ്നമോട്ടന്റെ അളവ് കൂട്ടിയിട്ടാല്, സ്വാലിഹായ ഒരു മനുഷ്യന്റെ ആമാശയത്തിലേക്ക്, അല്ലെങ്കിൽ അജ്നമോട്ടന്റെ അളവ് കൂട്ടുന്നുണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണ്. ഞമ്മക്ക് തിന്നാൻ പറ്റാത്തൊരു സാധനം വേറെ ആൾക്ക് തിന്നാൻ കൊടുക്കാനും പാടില്ല. ഞമ്മക്ക് ഞാനിങ്ങനെ ഒരിക്കലേ ഇങ്ങനെ ഈ കണ്ണൂർ ഭാഗത്തൊരു പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ബസ്സിന് വരികയാണ്. അന്ന് ബസ്സിന് യാത്ര ചെയ്യണ കാലഘട്ടമാണ്. അപ്പം ഇങ്ങനെ ബസ്സിന് വരുമ്പോൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയപ്പോൾ ഭക്ഷണം കഴിക്കായിട്ടാണോ കഴിച്ചത് വിശന്നിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരു കടയിൽ, ബസ് സ്റ്റാൻഡിൽ തന്നെയുള്ള ഒരു കടയിൽ ഭക്ഷണം കഴിക്കാൻ കയറി. അപ്പോൾ അവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. അതിൽ ആംപ്ലേറ്റും ബ്രെഡും ആണുള്ളത് കാരണം. എന്നായിക്കോട്ടെ ആയിരുന്നു. അങ്ങനെ അത് ഓർഡർ ചെയ്ത് കഴിച്ചപ്പോൾ അങ്ങനെ മേശപ്പുറത്ത് കുപ്പിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുപ്പിയിലത്തെ വെള്ളം അന്ന് വലിയൊരു അത്ഭുതമുള്ള സംഗതിയാണ്. അപ്പോൾ പിന്നെ ഒക്കെ കുപ്പിവെള്ളം, ആളും കുപ്പിയിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ അത് വലിയൊരു അത്ഭുതമല്ല, അന്നത് വലിയൊരു അത്ഭുതമായിരുന്നു. അപ്പോൾ ഈ കുപ്പിയിൽ ഇങ്ങനെ എല്ലാ മേശപ്പുറത്തും വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുപ്പിയിലത്തെ വെള്ളം എടുത്തുങ്ങാണ്ട്
കുടി കഴിഞ്ഞിട്ട് ഞാൻ കൈയൊക്കെ കഴുകി പൈസ കൊടുക്കാൻ ചെന്നപ്പോൾ ക്യാഷിലിരിക്കണ മുതലാളി പിന്നെ ഇങ്ങനെ മറ്റേ പണിക്കാരനോട് ചോദിച്ചു, ഇവിടെ ഇരുന്നീന്ന് ആ കുപ്പി എവിടെ ചോദിച്ചു. അതിന് ഞാൻ പറഞ്ഞു, അത് ഞാൻ എടുത്ത് കുടിച്ചു പറഞ്ഞു. അത് നിങ്ങളെടുത്ത് കുടിക്കേ? അത് ഞാൻ എനിക്ക് കുടിച്ചാൻ വേണ്ടി പെരേന്ന് കൊടുന്നതാണല്ലോ എന്ന് പറഞ്ഞു. ഭക്ഷണം ഞമ്മക്ക് തിന്നാൻ പറ്റുന്നത് വേറാക്ക് കൊടുത്താൽ, പറ്റാത്തത് വേറാക്ക് കൊടുത്താൽ, മക്കളിൽ ബുദ്ധി വൈകല്യം, അംഗവൈകല്യം, ചിന്താപരമായ വൈകല്യം. എന്താ ചിന്താപരമായ വൈകല്യം എന്ന് പറഞ്ഞാൽ, വാപ്പ മരിച്ചാൽ ഓതാൻ പാടില്ലാന്ന് വാശിയാണ് പിടിക്കും. ഓൻ ഓതണില്ല എന്ന് മാത്രമല്ല, പിന്നെ ഇവിടെ ഓദ്യ ഇവിടുന്ന് മയ്യത്തൻ എടുക്കും എന്നൊക്കെ പറയും. എന്താ സംഗതി അറിയങ്ങള്? സംഗതി തന്നെയാണ് ഈ തിന്നാൻ കൊടുത്തോടത്തുള്ള പ്രശ്നമാണത്. തിന്നാൻ കൊടുത്തോടത്തുള്ള പ്രശ്നമാണ്. അറബി എത്തിങ്ങാനയിലാണ് ഓൻ അവിടുന്ന് പോന്നപ്പോത്തിനെ. ഓൻ കുറച്ചാലും ഗൾഫിൽ നിന്ന് പോന്നതാണ്. അപ്പോൾ അതിന് അറബിനെ പിന്നെ എത്തിങ്ങാനെ ചേർക്കാനായി മേശന്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് വലിച്ചതാണേ. എന്നിട്ട് ഇവിടെ വലിയ ഉണ്ടാക്കലുണ്ടാക്കിക്കണു. കുട്ടികളിൽ ഒന്ന് ബുദ്ധി ഇല്ലാത്ത ഉണ്ടാവും, അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ഉണ്ടാവും. ഞാൻ എല്ലാതും ഇങ്ങനെയെന്ന് പറഞ്ഞില്ല കേട്ടോ, വേറെ ഒരുപാട് കാരണം ഉണ്ടാവും. രോഗത്തിന് ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. പക്ഷെ ഇതൊരു കാരണമാണ്, ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഒന്ന് ബുദ്ധി വൈകല്യമുള്ളത്, അല്ലെങ്കിൽ അംഗവൈകല്യമുള്ളത്, അല്ലെങ്കിൽ ചിന്താപരമായ വൈകല്യമുള്ളത് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് മുതൽ ബറക്കത്തുള്ള മുതൽ വേണം. ഭാര്യൻ്റെ സ്വത്ത് സമ്മതമില്ലാതെ എടുത്തത്, അത് ഞാൻ സമ്മതത്തോടു കൂടെ തന്നെ എടുത്തത് എന്ന് പറഞ്ഞു. വാപ്പ മരിച്ചിട്ടേ മുതലോരിയൊക്കെയാണ് ഇങ്ങനെ. അപ്പൊ അടുക്കളയിൽ നിന്ന് ഉമ്മ വിളിച്ചു പറയാണ്, കുട്ടികളെ ഇമ്മാന്റെ ഓരിയുടെ കൂടെ ആ റോഡ് സൈഡിൽ ഒരു 3 സെന്റ് കൂടുതൽ അളന്നിട്ടാളിട്ടോ. വാപ്പ പണ്ട് ഖത്തർക്ക് പോയത് ഇമ്മാന്റെ മണിക്കാതില വിറ്റിട്ടായിരുന്നു. ഇതാണിപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടെടുത്തതാന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ കോലാണ്. അതൊക്കെ ഓള് പൊരുത്തപ്പെട്ട് തന്ന തന്നെയാണ്. ആ പൊരുത്തത്തിന്റെ കോലാണ് ഇപ്പൊ ഈ കാണുന്നതേ. ആ പൊരുത്തപ്പെട്ട് തന്നാൽ പിന്നെ എങ്ങനെ ഇത് പറയാം? ചില സ്ഥലത്ത് വാതിന് വന്നാൽ ആൾക്കാർ പറയും, ഇതാ ഇവിടുന്ന് അങ്ങോട്ടുള്ള മുഴുവൻ സ്ഥലവും പള്ളിക്ക് ഇന്റെ വാപ്പ കൊടുത്തതാണ്. കൊടുത്താ പിന്നെ പറയാൻ പറ്റുമോ? അത് കൊടുത്താ പിന്നെ ഓൻ്റെത് അല്ലാതായി കഴിഞ്ഞില്ലേ? അവനാൻ്റെ അല്ലാത്തതിനെ പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടുന്ന് അങ്ങോട്ടുള്ള മുഴുവൻ എൻ്റെ വല്ലിപ്പ കൊടുത്തതാണ്. അത് കൊടുത്തതോടുകൂടെ കഴിഞ്ഞല്ല ആ സംഗതി. പിന്നെ ഒരവകാശവും ഇല്ല. പിന്നെ ഇതിപ്പോ ഇങ്ങനെ പറയേണ്ട കാര്യം? അങ്ങനെ പറയും മനുഷ്യന്മാർ, ആവശ്യമില്ലാത്ത വർത്താനം തന്നെ. അപ്പൊ സമ്പത്തിൽ ബറക്കത്ത് പോകുന്ന രീതി എവിടേക്കേ വരുന്നതെന്ന് നമ്മൾ നല്ലോണം നോക്കണം. വീടിലെ ബർക്കത്ത് വളരെ പ്രധാനമാണ്, വീട്ടിലെ ബർക്കത്ത്. ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് ആദ്യം ഒരു വീടുണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ പാർത്തി നന്നേ, ഒരുപാട് മക്കള് പേരെ കുട്ടികളുണ്ട്, ഒരുപാട് മുതലുണ്ട്. പിന്നെ ഞങ്ങൾ ആ പേരെ വിറ്റിട്ട് വേറൊരു സ്ഥലത്തേക്ക് താമസം മാറി. അപ്പൊ മക്കളും പേരെ കുട്ടികളും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചുരുങ്ങാൻ തുടങ്ങി. നബിയേ, ഓരോരുത്തരായി മരിക്കാൻ തുടങ്ങി, ഞങ്ങളെ സമ്പത്തും കുറെ നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആ വീട് വിറ്റ് മറ്റെവിടേക്കെങ്കിലും താമസം മാറുക എന്ന് പറഞ്ഞു. ബർക്കത്തില്ലാത്ത വീട് താമസിക്കാൻ പറ്റൂല. ഒരു വീട്ടിൽ ഒരു കൂട്ടർക്ക് ബർക്കത്തില്ല വെച്ചിട്ട് എല്ലാവർക്കും ബർക്കത്തില്ല എന്ന് വരൂല. ആർക്കാണോ ബർക്കത്തില്ല എന്ന് തോന്നുന്നത് അവരവിടെ താമസിക്കാൻ പറ്റൂല. മരിക്കാൻ എല്ലാവരും മരിക്കും, പക്ഷേ തുടരെ ഒരു വീട്ടിൽ മരണം നടക്കുക എന്നത് ബറക്കത്തില്ല എന്നതിൻ്റെ അടയാളാണ്. അതുകൊണ്ട് ബറക്കത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യണം. ബറക്കത്ത് നഷ്ടപ്പെടുകയും ദാരിദ്ര്യം വരികയും ചെയ്യുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ ദർസിലെ കുട്ടികളൊക്കെ ഓതി പഠിക്കണ സലാഹുദ്ദീൻ എന്ന ബൈത്ത് കിതാബിൽ പറയുന്നുണ്ട്. ബറക്കത്ത് നഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ. അടിച്ചുവാരിയത് കൂട്ടിവെക്കുക, ബറക്കത്ത് നഷ്ടപ്പെടും. രാത്രി കണ്ണാടിയിൽ നോക്കൽ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. വാപ്പാനിമ്മാനും ചീത്ത പറയൽ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. മാതാപിതാക്കളെ ഇൻസൾട്ട് ചെയ്യൽ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. മറ്റൊരാളുടെ മിസ്വാക്ക് കൊണ്ട് പല്ല് തേക്കൽ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. ഭാര്യൻ്റെതാണെങ്കിലും ശരി. ശരീരത്തിൽ വെച്ചുകൊണ്ട് വസ്ത്രം തുന്നൽ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും, ദാരിദ്ര്യമുണ്ടാക്കും. പേന്
മൂട്ട പോലത്തെ വസ്തുക്കളെ കരിച്ചു കളയൽ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. ഭക്ഷണ സാധനങ്ങൾ കത്തിച്ചു കളയൽ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. അപ്പോൾ ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. ഫഖറിനെ നന്നായിട്ട് ഭയപ്പെടണം. ദാരിദ്ര്യം ഒരു മനുഷ്യനെ എല്ലാ നിലയിലും തകർത്തും. അഭിമാനം എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടെ പോയിട്ടുണ്ടാവില്ല ഫക്കീറിൻ്റെ. കഴിഞ്ഞൊല്ലത്ത് 25,000 വരാൻ കഴിഞ്ഞില്ല, പിന്നെ ഇക്കൊല്ലത്ത് 25,000 നേരത്തെ പോകുന്നത് ഞങ്ങൾ കഴിഞ്ഞൊല്ലത്തും കൂട്ടിങ്ങാണ്ടിന് തന്നാളി എന്നൊക്കെ പറയാറ് ഫക്കീർ. പക്ഷെ മിസ്കീൻ പറയില്ല. അതുകൊണ്ട് ഫക്കർ വളരെയധികം ഭയപ്പെടണം. കാദൽ ഫഖ്റു വയ്യക്കൂന കുഫ്ര. ഫക്കറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യുകയും വേണം. ഫക്കർ ഒരു മനുഷ്യനുണ്ടാകാൻ പാടില്ല. ഓൻ തൊപ്പി ഊരും, ഓൻ തുണി മടക്കി കുത്തും, ഓൻ വേണമെങ്കിൽ ഔറത്ത് കാണിച്ചു കൊടുക്കും, ഓൻ വേണമെങ്കിൽ വ്യഭിചരിക്കും, ഓൻ കക്കും. ദാരിദ്ര്യമാണ് മനുഷ്യനെ ഏറ്റവും മോശമാക്കുന്ന കാര്യം.